2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ കേരളക്കര ഒന്നടങ്കം ഉറ്റുനോൽക്കുന്നത് പാലക്കാട് നിയോജക മണ്ഡലം എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിലെ നിയോജക മണ്ഡലമായ പാലക്കാട് ആര് സ്ഥാനാർത്ഥിയാകുമെന്നുള്ളതാണ്. ഇവിടെ രാഹുൽ സ്ഥാനാർത്ഥിയാകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവിടെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതൊക്കെ തീർത്തും അസ്ഥാനത്താണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സ്ഥിതിവിശേഷം സാഹചര്യം വെച്ച് നോക്കിയിട്ട് രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നുള്ളതാണ്. പിന്നെ രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയായില്ലെങ്കിൽ ആര് എന്നുള്ള ചോദ്യവും വളരെ പ്രസക്തമാണ്. അതോടൊപ്പം തന്നെ ആര് സ്ഥാനാർത്ഥിയായാലും രാഹുൽ മാങ്കൂട്ടം എടുക്കുന്ന നിലപാടുകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് അതിൻ്റെ പരമാർത്ഥം എന്ന് പറയുന്നത്. രാഹുലിൻ്റെ നിലപാടുകൾ നിർണായകമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പാലക്കാട് രാഹുൽ മാങ്കൂട്ടം തന്നെ സ്ഥാനാർത്ഥിയാകണമെന്ന് ആഗ്രഹിക്കുന്ന പാലക്കാടൻ ജനത ഒരുപാടുണ്ട്. അവിടെ രാഹുൽ അല്ലെങ്കിൽ ഷാഫി, ഇവർ രണ്ടുപേരുമല്ലെങ്കിൽ പിന്നെ മറ്റൊരാൾ കൈപ്പത്തി അടയാളത്തിൽ മത്സരിച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്ന് ചോദിച്ചാൽ അവിടെയാണ് ഞാൻ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പാലക്കാടിൻ്റെ നിലവിലെ സിറ്റിംഗ് MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിലപാടുകൾ നിർണായകമാകുന്നത്. പലപ്പോഴും നമ്മൾ പലയിടങ്ങളിൽ നിന്നും പറഞ്ഞു കേൾക്കുന്ന, ഉയർന്നു കേൾക്കുന്ന ചില പ്രതികരണങ്ങളുണ്ട്. എന്താണ്? രാഹുൽ സ്ഥാനാർത്ഥിയായില്ലെങ്കിൽ ഞങ്ങളുടെ വോട്ട് പിന്നെ കോൺഗ്രസ്സിന് ഉണ്ടാവില്ല എന്നുള്ളത്. ഇവിടെ അത് സംഭവിക്കുമോ എന്നുള്ളതാണ്. അത് സംഭവിക്കുക എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ അത് 99% അങ്ങനെ ആവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അവിടെയാണ് ഞാൻ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിലപാട്. ആര് സ്ഥാനാർത്ഥിയാണെങ്കിലും ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന ആളുകൾ, രാഹുൽ മാങ്കൂട്ടം മത്സരിക്കണമെന്ന് ആഗ്രഹിച്ച ആളുകൾ, ഇവരൊക്കെ ആ സ്ഥാനാർത്ഥിയെ പിന്തുണക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. മനസ്സിലായില്ലേ? ഞാൻ പറയുന്നത് രാഹുൽ സ്ഥാനാർത്ഥിയാവുന്നില്ല, പകരം കോൺഗ്രസ് മറ്റൊരു സ്ഥാനാർത്ഥിയെ വെക്കുന്നു, ആരാണെങ്കിലും. പക്ഷേ ആ വ്യക്തിയെ രാഹുൽ മാങ്കൂട്ടം പിന്തുണച്ചു കഴിഞ്ഞാൽ, അതാണ് ഞാൻ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിലപാട് നിർണായകമാകുമെന്ന് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടം പിന്തുണച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന രാഹുലിന് കിട്ടേണ്ട വോട്ടുകളൊക്കെ അതിൻ്റെ 99% വേണ്ട 100% എന്ന് തന്നെ പറയാം, രാഹുലിന് ലഭിക്കേണ്ട വോട്ടുകളൊക്കെ അവിടെ ആ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞ രാഹുലിൻ്റെ നിലപാട് നിർണായകമാകുമെന്ന് പറയുന്ന കാര്യം. അത് പാലക്കാട് അങ്ങനെ സംഭവിക്കുകയുള്ളൂ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണക്കുന്ന ആളുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്, പാലക്കാട് മാത്രമല്ല ഉള്ളത്. മനസ്സിലായില്ലേ? കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ പിന്തുണ നൽകുന്ന ആളുകളുണ്ട്. പക്ഷേ ഇവർക്കൊന്നും പാലക്കാട് വോട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ പെടുന്ന വോട്ടർമാരിൽ നിന്നുള്ള ആളുകൾ, രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണക്കുന്ന ആളുകൾ, അവിടെ രാഹുൽ പറയാണ്, ഇപ്പോൾ കോൺഗ്രസ് നിർത്തിയ സ്ഥാനാർത്ഥിയെ നിങ്ങൾ പിന്തുണക്കണം, ആ സ്ഥാനാർത്ഥിയെ നിങ്ങൾ വിജയിപ്പിക്കണം, ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം എന്ന് രാഹുൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണക്കുന്ന ആളുകൾ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് ആ സ്ഥാനാർത്ഥിയെ പിന്തുണക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. അത് അങ്ങനെയല്ലെന്ന് പറയാൻ കഴിയില്ല. കാരണം രാഹുൽ മാങ്കൂട്ടം നിലവിൽ ഒരുപാട് പരാതികൾ, ആരോപണങ്ങൾക്കൊക്കെ വിധേയമായിട്ട് നിൽക്കുന്നതാണ്. ഈ പരാതികളുടെ ജെന്യൂനിറ്റിയും ബാക്കിയുള്ളതൊക്കെ മറ്റൊരു കാര്യമാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പരാതികളിലൊന്നും കോടതികളിൽ നിന്ന് ഒരു ഇൻ്ററിം ജഡ്ജ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. ഒരു ഇടക്കാല പല രീതിയിലുള്ള ഉത്തരവുകളും നിരീക്ഷണങ്ങളും പരാമർശങ്ങളും ഉണ്ടായിട്ടുണ്ട്, വസ്തുതയാണ്. പക്ഷേ ഈ പരാതികൾ ഇനി ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞൊന്നും ഉണ്ടാവണമെങ്കിൽ, കോടതികളിൽ നിന്നും ഉണ്ടാവണമെങ്കിൽ ഈ ഉയർന്നു വന്നിരിക്കുന്ന പരാതികളിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട് വിചാരണ കഴിഞ്ഞ് കോടതി പറയണം. അതെന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടാവില്ല, അല്ലേ? അതുകൊണ്ട് തന്നെയാണ് രാഹുൽ കഴിഞ്ഞ ദിവസം 24-ൽ ഹാഷ്മിക്ക് നൽകിയ അഭിമുഖത്തിൽ
പാലക്കാട് വീണ്ടും മത്സരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് അത് പാർട്ടി തീരുമാനിക്കുമെന്ന് പറഞ്ഞത്. അതോടൊപ്പം അയാൾ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഹാഷ്മി എടുത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ പാർട്ടിക്ക് പുറത്താണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അന്ന് രാഹുൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. തന്നോട് പാർട്ടി പറയുന്നത് ജീവിതകാലം അത്രയും പാർട്ടിക്ക് പുറത്ത് നിൽക്കാനാണ് പറയുന്നതെങ്കിൽ അങ്ങനെ താൻ നിൽക്കുമെന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ അയാളുടെ നിലപാടുകൾ വളരെ കൃത്യമാണ്. അപ്പോൾ അവിടെ തന്നെ മത്സരിപ്പിക്കുന്നില്ല എന്നുള്ള ഒരു തീരുമാനം പാർട്ടി എടുത്തു കഴിഞ്ഞാൽ, പകരം മറ്റൊരാളെ മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, ആ സ്ഥാനാർത്ഥിയെ രാഹുൽ മാങ്കൂട്ടം പിന്തുണക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് ഒരു ബാലികേറ മലി ആവില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. രാഹുലിൻ്റെ പിന്തുണയുണ്ടെങ്കിൽ, രാഹുൽ ആവശ്യപ്പെട്ടാൽ, രാഹുലിനെ പിന്തുണക്കുന്ന ആളുകൾ, രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, രാഹുലിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ആളുകൾ, അവരൊക്കെ രാഹുൽ പിന്തുണച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സ്ഥാനാർത്ഥി ആര് തന്നെയായാലും അവർക്ക് വേണ്ടി അവരെ പിന്തുണക്കാൻ ഈ ആളുകളൊക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. രാഹുൽ അത് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും രാഹുൽ നടത്തുന്ന പ്രതികരണങ്ങളും രാഹുൽ നടത്തുന്ന ചില സോഷ്യൽ മീഡിയ കുറിപ്പുകളുമൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് പാർട്ടിയെ പ്രതിരോധിച്ചുകൊണ്ട്, എങ്ങനെയാണോ നമ്മൾ രാഹുലിനെ കണ്ടത്, എങ്ങനെയാണോ അയാൾ ഒരു നേതാവായത്, എങ്ങനെയാണോ അയാൾക്ക് ഇത്രമാത്രം അക്സെപ്റ്റൻസ് ഉണ്ടായത്, രാഹുൽ പാർട്ടിയെ പ്രതിരോധിച്ചവനാണ്, പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ച മുന്നണി പോരാളിയാണ്. അങ്ങനെയാണല്ലോ നമ്മുടെ മനസ്സിലേക്ക് രാഹുൽ മാങ്കൂട്ടം കയറി വരുന്നത്. ആ രാഹുൽ ഇതേ രീതിയിൽ പാലക്കാട് കോൺഗ്രസ് നിർത്തുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് അയാളെ പിന്തുണക്കുന്ന ഒരു നിലപാട് രാഹുൽ മാങ്കൂട്ടം എടുത്തു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഷുവറായിട്ടും അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണക്കുന്ന ആളുകൾ അത്രയും ഈ വ്യക്തിയെയും പിന്തുണക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല. അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. നമുക്ക് മറിച്ചൊരു അഭിപ്രായമുണ്ട്, ഇല്ലെന്നൊന്നുമല്ല. നമ്മളെ അഭിപ്രായ വ്യത്യാസങ്ങളെയും നമ്മുടെ ഇഷ്ടത്തെയും നമ്മുടെ ആഗ്രഹത്തെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് രാഹുലിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ട്, രാഹുലിനെ പിന്തുണക്കുന്നത് കൊണ്ട്, അയാൾ പിന്തുണക്കുന്ന അയാളുടെ നിലപാടിനൊപ്പം നിൽക്കാൻ നമ്മൾ തയ്യാറാകും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പം രാഹുൽ മത്സരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചതാ, രാഹുൽ സ്ഥാനാർത്ഥി ആകണം എന്ന് നമ്മൾ ആഗ്രഹിച്ചതാ, പാലക്കാട് മത്സരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചതാ. അവിടെ രാഹുൽ ആവുന്നില്ലെങ്കിൽ ഓഫ് കോഴ്സ് അയാളുടെ പിന്തുണ ആർക്കാണോ ഉണ്ടാവുന്നത് അവർക്കൊപ്പം നിൽക്കാൻ ഈ പറയുന്ന രാഹുലിനെ പിന്തുണക്കുന്ന ആളുകളൊക്കെ തയ്യാറാവും, അല്ലേ? അങ്ങനെയാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ മത്സരത്തിൽ രാഹുൽ മാങ്കൂട്ടം എടുക്കുന്ന സ്റ്റാൻഡ്, അയാളുടെ നിലപാടുകൾ, ആ നിലപാടുകൾ വളരെ വളരെ നിർണായകമാകുമെന്ന് ഞാൻ പറയാനുള്ള കാരണം അതാണ്, അല്ലേ? അല്ലെന്ന് പറയാപ്പോൾ നമുക്ക് കഴിയുമോ? അപ്പോൾ നമ്മൾ രാഹുലിനെ സ്നേഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പിന്തുണക്കുന്ന ആളുകൾ, ഇപ്പം രാഹുൽ ഒരു നിലപാട് പറയുമ്പോൾ അയാളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണല്ലോ. ഇനി അതിന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ രാഹുലിനൊപ്പം എന്ന് നമ്മൾ പറയുന്നതിൽ എന്തർത്ഥമാണ് ഉണ്ടാവുക? എനിക്ക് മനസ്സിലാവുന്നില്ല, അല്ലേ? ഓഫ് കോഴ്സ് അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ രാഹുൽ ഒരു നിലപാട് പറഞ്ഞിട്ട് പാലക്കാട് ആര് മത്സരിച്ചാലും അവരെ പിന്തുണക്കുന്ന ഒരു നിലപാടാണ് രാഹുൽ മാങ്കൂട്ടം എടുക്കുന്നതെങ്കിൽ ആ വ്യക്തിക്കൊപ്പം നിൽക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ രാഹുലിനൊപ്പം എന്ന് പറയുന്നതിൽ പല അജണ്ടകളും നമുക്കുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇല്ലെന്ന് പറയാൻ കഴിയുമോ? രാഹുലിനോട് നമ്മൾ ഇത്രയും ദിവസം നമ്മൾ കാണിച്ച ഈ ഒരു കാരണവുമില്ലാതെ ഒരു പ്രതിഫലങ്ങളും നമുക്ക് ആർക്കും ലഭിക്കാതെ രാഹുലിനൊപ്പം നിന്ന് നമ്മൾ, ആ ആളുകൾ രാഹുൽ ഒരു നിലപാട് പറഞ്ഞിട്ട് ആ നിലപാടിനൊപ്പം നിൽക്കുന്നില്ല. ഇപ്പോഴും നമ്മളെല്ലാവരും നിൽക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഹാഷ്മിയുമായിട്ട് 24 നടത്തിയ അഭിമുഖത്തിൽ രാഹുൽ പറഞ്ഞ കാര്യങ്ങൾക്കൊപ്പം നമ്മൾ നിൽക്കുകയല്ലേ? അതിനു വേണ്ടിയിട്ട് നമ്മൾ രാഹുൽ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള മുറവിളികൾ നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുകയല്ലേ? ആ ആളുകൾ നമ്മൾ രാഹുൽ ഒരു സ്ഥാനാർത്ഥിക്കൊപ്പം നിലപാടെടുത്തു കഴിഞ്ഞാൽ ആ ആൾക്കൊപ്പം നിന്നില്ലെങ്കിൽ നമ്മൾ ഈ രാഹുലിനൊപ്പമാണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ് ഉണ്ടാവുക? ഇനി രാഹുൽ ഇപ്പോൾ കോൺഗ്രസ് നിർത്തുന്ന സ്ഥാനാർത്ഥിക്ക് എതിരായിട്ടൊരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അതിനൊപ്പം നിൽക്കും, അത് മറ്റൊരു കാര്യം. പക്ഷെ അനുകൂലമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനൊപ്പം നിൽക്കണമല്ലോ. അതാണ് ഞാൻ പറയുന്നത്, രാഹുലിൻ്റെ നിലപാടുകൾ നിർണായകമാകുമെന്ന് ഞാൻ പറയാൻ കാരണം. പിന്നെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നില്ല രാഹുൽ മാങ്കൂട്ടം പാലക്കാട് സ്ഥാനാർത്ഥി ആയാലും അവിടെ ആര് മത്സരിച്ചാലും ആര് സ്ഥാനാർത്ഥിയായാലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക്
എതിരാകുന്ന ഒരു നിലപാട് രാഹുൽ മാങ്കൂട്ടം എടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അയാൾ അടിമുടി പാർട്ടിയാണ്. പാർട്ടിയെ അയാൾ കണ്ടത് അയാൾക്ക് ലഭിക്കേണ്ട അല്ലെങ്കിൽ അയാൾക്ക് ഈ പറയുന്ന കസേരകളോ അധികാരങ്ങളോ സ്ഥാനങ്ങളോ ലഭിക്കാൻ വേണ്ടിയല്ല അയാൾ കോൺഗ്രസ്സുകാരനായത് എന്നുള്ളതാണ്. അവിടെയാണ് രാഹുലിൻ്റെ നിലപാടുകൾ വളരെ കൃത്യമായിട്ട് നമുക്ക് ഇപ്പോഴേ പ്രവചിക്കാൻ പറ്റുന്നത്. 100% നമുക്ക് പറയാൻ കഴിയും. ആര് സ്ഥാനാർത്ഥിയായാലും ആ സ്ഥാനാർത്ഥിയെ പിന്തുണക്കുന്ന ഒരു നിലപാടായിരിക്കും രാഹുൽ മാങ്കൂട്ടം എടുക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് പ്രചരണത്തിനിറങ്ങിയാൽ പോലും, കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങിയാൽ പോലും നമ്മളാരും അതിൽ ആശ്ചര്യപ്പെടുകയോ അത്ഭുതപ്പെടുകയോ ചെയ്യേണ്ടതില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപക്ഷെ അയാൾ എല്ലാ അർത്ഥത്തിലും അവിടെ സ്ഥാനാർത്ഥിയാവുന്ന വ്യക്തിയുടെ വിജയത്തിന് വേണ്ടിയുള്ള അയാളെ കൊണ്ട് കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും അയാൾ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാഹുൽ എടുക്കുന്ന നിലപാടുകൾ വളരെ നിർണായകമാകുമെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്.